പവസ യാതൊരുവിധ സേവനങ്ങളും നൽകാതെയാണ് താൻ മാസം തോറും വീണ വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നതെന്നുള്ള കരിമണൽ കത്തയുടെ 2024-ലെയാണ്. പക്ഷെ ഇപ്പൊ പുറത്ത് വന്നത് കൊണ്ട് നമുക്ക് ഇപ്പോഴത്തേന്ന് പറയാം. ഈ ഒരു മൊഴി എന്തായാലും പുറത്ത് വന്ന സ്ഥിതിക്ക് ഇനി പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പിണറായി വിജയൻ തുടരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ധാർമ്മികപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോൺ ജോർജ് പറഞ്ഞ പോലെ ഉളുപ്പുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോകണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്ന് ഷോൺ ജോർജിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉളുപ്പുണ്ടെങ്കിൽ ഇനി അവിടെ ഇരിക്കരുത്, ഇറങ്ങിപ്പോകണം എന്ന് അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞത്. ഉളുപ്പുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. അപ്പം എനിക്ക് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കാൻ കാണാറുള്ളത് ഈ പറഞ്ഞ പോലെ UDF പല ലീഗിൻ്റെ പല നേതാക്കന്മാരെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. PK ബഷീർ അടക്കമുള്ളവര് കാരണം അവിടുത്തെ സ്ലാങ് അങ്ങനെ. അപ്പം അതേ വാക്കിനെ എടുത്ത് പറഞ്ഞു ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ നിൽക്കാതെ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ പോലെ അവിടെ ധാർമ്മികപരമായിട്ട് അദ്ദേഹത്തിന് സാധനം ഇരിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി അവിടുന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഭരണത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും കൃത്യമായി എന്താ പറയുക അതിനെതിരെ പറയാനുള്ള നേതാവാണ് പ്രതിപക്ഷ നേതാവ്. ഷാഡോ മിനിസ്റ്റർ, ഷാഡോ CM തന്നെ പറയാം. കാരണം ആ ഒരു പൊസിഷൻ്റെ പേര് അങ്ങനെ തന്നെയാണത്. പക്ഷെ ആ ഇരിക്കുന്ന ആൾ തന്നെ കളങ്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുണ്ട്. നമ്മുടെ TP നന്ദകുമാർ കൊടുത്ത ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിലോട്ട് വിരൽ ചൂണ്ടുന്നു. ഇത്തരത്തിൽ പല കേസുകളിലും ഉടമസ്ഥനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി അവിടെ ഇരിക്കുന്നതിന് ഇനി എന്താ പറയുക പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതിൻ്റെ യോഗ്യതയല്ല. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ വിശാല കമ്മിറ്റി യോഗം സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. അതും കോഴിക്കോട് എടുക്കാൻ കാരണം സാധാരണ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് സാധനം മാറ്റി അത് കോഴിക്കോട് മാറ്റുന്നു എന്നുള്ളതാണ്. കോഴിക്കോടിലുണ്ടാകാൻ കാരണം CPM അടിത്തറ എന്ന് പറയുന്നത് മലബാർ ഏരിയയാണ്. മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗങ്ങളിലാണ് CPM ഏറ്റവും വലിയ കോട്ട. അപ്പോൾ ഇപ്രാവശ്യം കോഴിക്കോട് തന്നെ 14 സീറ്റുകളിൽ റിയാസിൻ്റെ സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് പാർട്ടി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നു ചോദിച്ചാൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തെ ഒതുക്കാനുള്ള പരിപാടി CPM തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വശത്ത് ED കാര്യങ്ങൾ നീക്കുന്നു, മറുവശത്ത് ഈ പറഞ്ഞ പോലെ MA ബേബി അടക്കമുള്ള നേതാക്കന്മാർ അവിടെ ഓൾറെഡി സമാന്തര CPM പാർട്ടിക്കുള്ളിൽ അവിടെ എന്താ പറയുക സാധാരണ ഈ മീറ്റിംഗ് നടക്കാറുള്ളത് തിരുവനന്തപുരത്താണ്. അത് മാറ്റി മലബാറിലോട്ട് മാറ്റാനുള്ള കാരണം തന്നെ ആ ചർച്ചാ വിഷയം അവിടുന്ന് കൊണ്ടുവരണമെന്നില്ല. കണ്ണൂരത്തെ കേസാണെങ്കിലും കാസർഗോഡത്തെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കോഴിക്കോടത്തെ പരാജയമാണെങ്കിലും അവിടുത്തെ എല്ലാ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരും ഇയാൾക്കെതിരെ തിരികുന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു സാധനം കൂടി അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിലും ഈ പറഞ്ഞ പോലെ ഭരണത്തും അപ്പോൾ നമ്മൾ തന്നെ കണ്ടതാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എണീറ്റ് പറയണോ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം യൂട്യൂബിലെ വലിയ തരത്തിൽ ചർച്ചാ വിഷയം ട്രോളൊക്കെ ആയി മാറും. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നുള്ള രീതിയിലാണെങ്കിലും പിന്നീട് അത് ഗോൾ അടിച്ചത് ഈ പറഞ്ഞ പോലെ രാധാകൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു മുതിർന്ന നേതാവിനോടൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ഏജ് എങ്കിലും നിങ്ങൾ പരിഗണിക്കണമായിരുന്നു. ചേർത്ത് പിടിച്ചതാണോ അതോ കൂട്ടത്തില് എനിക്കങ്ങനെ തോന്നിയില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് ഊക്കി വിട്ടതാണത്. കാരണം പിണറായി വിജയനോട് ഉള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. നിങ്ങൾ പാർട്ടിക്കാർ ഇത്തരത്തിൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വലിയ കവചം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ ആ കവചം കൊടുക്കേണ്ട അവരെ ഉന്നത നേതാവിന് തന്നെ ആരും ഒരു വിലയും കൊടുക്കാത്ത രീതിയിലോട്ട് ആ പാർട്ടി എന്താ പറയുക അതപ്പതിച്ച് പോയി എന്നുള്ളൊരു സാധനം അദ്ദേഹം പറയാണ്ട് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ എന്തിനെന്താ പോലും പാർട്ടിക്കുള്ളിലായാലും പാർട്ടിക്ക് പുറത്തായാൽ പോലും പിണറായി വിജയൻ ഇപ്പോൾ ഒറ്റപ്പെടുന്നു. മാത്രമല്ല ഈ ഒരു കേസ് കൂടി വരുന്നത് കൂടി ഇത്രയും നേരം മിണ്ടാണ്ടിരുന്ന പല നേതാക്കന്മാരും P ജയരാജൻ അടക്കമുള്ള EP ജയരാജൻ അടക്കമുള്ള ശൈലജ ടീച്ചർ അടക്കമുള്ള ഈ പറഞ്ഞ പോലെ MA ബേബി അടക്കമുള്ള പല നേതാക്കന്മാരും ഓൾറെഡി കോപ്പ് കൂട്ടിയുടെ ഇരിക്കുന്നുണ്ട്. അവരെ കൂടെ P രാജീവ് അടക്കം ഇപ്പോൾ കൂടുന്നു എന്നുള്ള ഇപ്പോൾ ഏറ്റവും പുതിയ ചർച്ച നടക്കുന്നത് കേരളത്തിൻ്റെ CPM സംസ്ഥാന സെക്രട്ടറി ആരാവണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിൽ പല ആൾക്കാരും പേര് മുമ്പോട്ട് വെക്കുന്നത് P രാജീവാണ്. കാരണം P രാജീവ് ഓൾറെഡി തോറ്റു കഴിഞ്ഞു, കളമശ്ശേരി മത്സരിച്ച് തോറ്റു കഴിഞ്ഞു. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ CPM സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്നുള്ളതും മുഖ്യമന്ത്രിയെ അവിടുന്ന് മാറ്റിയിട്ട് പകരം ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞ് കാരണം കഴിഞ്ഞ 10 വർഷം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള സാധനമാണ്. സതീഷിൻ്റെ പേര് പറയാൻ എന്തായാലും 1-2 വർഷം കൂടി എടുക്കും തോന്നുന്നു. കാരണം അത്തരത്തിൽ നമ്മൾ പലവട്ടം കേട്ട സാധനം അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ്. എന്തായാലും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി KN ബാലഗോപാലിനെ കൊണ്ടുവരും എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് കാലം ഇനി ആ സ്ഥാനത്തിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളൂ. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള കൂപ്പുകൂട്ടൽ തുടങ്ങിക്കഴിഞ്ഞു. പല നേതാക്കന്മാർ ഇത്രയും കാലം CPM ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തം പൊതുവെ ആരും ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പ്രകടിപ്പിക്കാറില്ല എന്നുള്ള പ്രത്യേകത CPM-നുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ MA ബേബി അടക്കം പറഞ്ഞത് നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. സാധാരണ ഇങ്ങനെയൊന്നും പാർട്ടി നേതാക്കന്മാർ പറയാത്തതാണ്. നേതൃമാറ്റം അജണ്ടയിലില്ല,
അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, അത് നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടി മാത്രമാണ് എന്നുള്ള പറഞ്ഞിട്ട് തല ഊരേണ്ട സ്ഥലത്ത് അത് ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലോട്ടെല്ലാം MA ബേബി അടക്കം മാറുന്നു. ഒരു കാര്യം ഉറപ്പാണ്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അതേപോലെ തന്നെ MV ഗോവിന്ദനെ മാറ്റും എന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമാകും. മറുവശത്ത് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും ഒന്ന് പ്രായാധിക്യം അദ്ദേഹത്തെ വളരെയധികം തളർത്തുന്നുണ്ട്. 2, അദ്ദേഹത്തിനെതിരെയുള്ള പല കേസുകൾ. 3, പാർട്ടിക്കുള്ള അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങൾ. പാർട്ടിക്കുള്ള അദ്ദേഹം എന്താ പറയുക ബലക്ഷയം സംഭവിച്ചു പോകുന്നു. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പം അദ്ദേഹത്തെ മാറ്റും എന്നുള്ള കാര്യം ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഉറപ്പായിട്ടും ഇത് ധാർമ്മികത മാത്രമല്ല. ഇപ്പൊ കോടിയേരി ചെയ്ത ആ ഒരു ധാർമ്മികത ഉയർത്തി കാണിച്ചുകൊണ്ടെങ്കിലും ഇദ്ദേഹം മാറി നിൽക്കേണ്ടതാണ്. ശരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം പോലും ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിച്ചൊരു ചങ്കൂറ്റം ചങ്കൂറ്റം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയത് എന്താ അറിയോ, കോൺഗ്രസിന്റെ ഉള്ളിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വലിയ തല്ലും മീൻസ് തല്ലോട്ട് പോകുന്ന വരുന്ന ഉറപ്പിച്ചിട്ടും പിന്നെയും ഇത് എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം. പക്ഷെ അത് നോക്കി നോക്കാം, മീൻസ് അത് ചർച്ചാ വിഷയം പോലും ആയില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് ആയിക്കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളെല്ലാവരും അറിയുന്നത്. കാരണം ആ സമയത്ത് ചർച്ചാ വിഷയം നടക്കുന്നത് ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഇവരൊക്കെ പേരായിരുന്നു. KC വേണുഗോപാലിന്റെ പേരൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം. ഇവരൊന്നും അല്ലാണ്ട് മറ്റൊരാളെ കൊണ്ടുവരും. ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. മറുവശത്ത് ഇതിലൂടെ മാധ്യമങ്ങൾ മൊത്തം ഇങ്ങോട്ട് ഡൈവേർട്ടായി പോയ സമയത്ത് മെല്ലെ പുറംവാതിലൂടെ പോയിട്ട് ആ സീറ്റിൽ കയറിയിരിക്കുന്നു. ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വോട്ട് പോലും കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ സമയവും താഴെ വലിച്ചിടാൻ ആളവിടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരൊക്കെ ഒലിച്ചു പോയി എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം കയറിയിരുന്നതിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ സേഫ് കൂടി നോക്കണ്ടേ. പക്ഷെ അദ്ദേഹം സേഫ് അല്ല ഒരിക്കലും അവിടെ. ആ ഒരു സാധനം അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ED കേസ് കണ്ടല്ലോ, സാധാ ഒരു MLA ആണെന്നുണ്ടെങ്കിൽ EDക്ക് പറഞ്ഞ പോലെ ഒരുപാട് പ്രൊസീജിയേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ക്യാബിനറ്റ് പദവി, ഇപ്പം മറ്റു മന്ത്രിമാർക്കുള്ള അതേ പദവി അദ്ദേഹത്തിനുണ്ടാണ്. ക്യാബിനറ്റ് പദവി അദ്ദേഹത്തിനുണ്ട്. അപ്പം അത്തരത്തിലുള്ള ക്യാബിനറ്റ് പദവിയുള്ള ഒരാളെ പെട്ടെന്ന് കയറിയാൽ അറസ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ EDക്ക് നീങ്ങാൻ പറ്റില്ല. ഒരുപാട് നിയമപരമായ നൂലാമാലകൾ അവിടെ ഉണ്ട്. കുരുക്കൾ ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തെ കയറി ഒന്നും ചെയ്യില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബോധ്യം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ കയറിയിരുന്നത്. ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത് ഒരിക്കലും പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിനെ ബാധിക്കുന്ന കോട്ടം ബാധിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തോൽവി സംബന്ധിച്ച സ്ഥിതിക്ക് അദ്ദേഹം ഞാൻ ഇരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ കേസുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമല്ല. അതുകൊണ്ടാണ് ആ സാധനം എന്താ പറയുക മുൾക്കിരീടമായിട്ട് പോലും അവിടെ കയറി ഇരുന്നത് എന്നുള്ള എനിക്ക് തോന്നിയത്. അല്ല, തീർച്ചയായിട്ടും ഇപ്പൊ വീണ വിജയന് വേണ്ടിയിട്ട് കാശ് കൊടുത്തത് അച്ഛനെ ഓർത്തിട്ടാണെന്ന് വരെ കർത്തയുടെ ഒരു മൊഴി പുറത്ത് വരുമ്പോൾ ശരിക്കും ഞാൻ വിചാരിക്കുന്നത് വീണ വിജയൻ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന IT ഒരു 10 പേര് പോലും വർക്ക് ചെയ്യാത്തൊരു സ്ഥാപനത്തിന് ഇത്രയും മാസങ്ങൾ കോടികളുടെ മാസപ്പടി കൊടുക്കാനുള്ള എന്ത് വർക്കാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് അറിയില്ലാത്തൊരു കാര്യം. പിന്നെ IT ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിന്നിട്ടൊരു സേവനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നറിയാനുള്ളൊരു ബുദ്ധി പോലും ഇല്ലാത്ത ആളാണ് വീണ വിജയൻ. ശരിക്കും ഞാൻ എന്ത് സേവനം ചെയ്തു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഈ പറയുന്ന നമ്മുടെ ഇവരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. ഈ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഒരു വെറുതെ അവിടെ ഇരുന്നിട്ട് ഒരു 5-6 പേരെ മൈക്രോസോഫ്റ്റിലും ഇവരൊക്കെ പഠിക്കുന്നത് വർക്ക് ചെയ്യുന്നത് വെറുതെയാണ്. ശരിക്കും സാലറി 10 പേര് പോലും വേണ്ട, വെറുതെ ഒരു സാധനം അങ്ങ് തട്ടിക്കൂട്ടാ, മാസം സാധനം വന്നോളും, ഒരു സേവനം കൊടുക്കണ്ട, പിണറായി വിജയന്റെ മകളായാൽ മാത്രം മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇത്രയൊക്കെ മനസ്സിലായിട്ടും ഇനിയും അദ്ദേഹം ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങും എന്നെനിക്ക്. അത് ധാർമ്മികതയല്ല. ഒന്നാമത് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച പാർട്ടിയോടുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണം. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറി നിൽക്കേണ്ടതാണ്. ഇത് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് സ്വയം ചെയ്യുമ്പോൾ ഒരു അന്തസ്സുണ്ടല്ലോ, അതെങ്കിലും അവസാനമായിട്ട് അദ്ദേഹം കാണിക്കണം എന്നുള്ളതാണ്.